നമസ്കാരം. എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാലിനെ പിന്തുണച്ച് മേജർ രവി. മോഹൻലാൽ ചിത്രം പൂർണ്ണമായി കണ്ടിരുന്നില്ലെന്നും സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടുവെന്നും മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു. ആദ്യ ദിനം മോഹൻലാലും താനും ഒരുമിച്ചാണ് സിനിമ കണ്ടതെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മോഹൻലാലിന് മാനസികമായി വളരെയധികം വിഷമമുണ്ടെന്നും മേജർ രവി പറഞ്ഞു. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു ക്ഷമാപണം എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് പക്ഷേ എവിടെയും പങ്കുവച്ചതായി അറിയില്ലെന്നും മേജർ രവി പറയുന്നു. അരമണിക്കൂറിലേറെ നീണ്ട ഫേസ്ബുക്ക് ലൈവിലാണ് മോഹൻലാലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളിൽ ഒരാളായ മേജർ രവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മോഹൻലാൽ ഒരു തവണ കഥ കേട്ടുകഴിഞ്ഞ് നല്ലതെന്ന് തോന്നിയാൽ പിന്നീട് ഒരിക്കലും അതിൽ ഇടപെടാറില്ല. കീർത്തിചക്ര പോലും അദ്ദേഹം മുഴുവൻ സിനിമ പൂർണ്ണമായും കണ്ടിട്ടില്ല. അതുകൊണ്ട് മോഹൻലാൽ പൂർണ്ണമായും കണ്ടിട്ടാണ് എമ്പുരാൻ പുറത്തിറങ്ങിയതെന്ന് ആരും പറയരുത്. അതേസമയം ചിത്രത്തിൽ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് മേജർ രവി പറഞ്ഞു. സിനിമയുടെ തിരക്കഥാകൃത്തായ മുരളി ഗോപിയെയും അദ്ദേഹം വിമർശിച്ചു. ഗുജറാത്ത് കലാപത്തെ വളരെ ഏകപക്ഷീയമായാണ് അവതരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കലാപം എങ്ങനെ തുടങ്ങിയെന്ന വിഷയങ്ങൾ കൂടി കാണിക്കേണ്ടത് എഴുത്തുകാരനെന്ന നിലയിൽ മുരളി ഗോപിക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കൾ എന്ന് ചിത്രീകരിച്ച് വർഗീയതയാണെന്നും മേജർ രവി പറഞ്ഞു. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ചിത്രത്തിലെ വിവാദ രംഗങ്ങളിൽ പലതും സ്വമേധയാ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരമാണ് നീക്കം. വിവാദ പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തും ചില രംഗങ്ങൾ ഒഴിവാക്കിയുമായിരിക്കും ചിത്രം ബുധനാഴ്ചയോടെ തിയേറ്ററുകളിലേക്ക് എത്തുക. 26 മിനിറ്റോളം സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് മേജർ രവി പറയുന്നത്. മാർച്ച് 27-ന് റിലീസ് ചെയ്ത എമ്പുരാൻ ആദ്യ 2 ദിവസത്തിനുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അതേസമയം മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെതിരെ RSS മുഖ്യവാരികയായ ഓർഗനൈസറിൽ ലേഖനം. ചിത്രം ഹിന്ദുവിരുദ്ധമാണെന്ന് ലേഖനം ആരോപിക്കുന്നു. മോഹൻലാലിന്റെ എമ്പുരാൻ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ട പ്രചരിപ്പിക്കാൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ഗോത്രാന്തര കലാപത്തെ മുതലെടുക്കുന്നു എന്ന തലക്കെട്ടിൽ വിശ്വരാജ് വിയാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഓർഗനൈസറിന്റെ ഓൺലൈൻ പതിപ്പിലാണ് ലേഖനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചിത്രം കേവല വിനോദത്തിനു പകരം പരകിയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വയ്ക്കാനുള്ള വേദിയായി മാറിയെന്ന് ലേഖനത്തിൽ ആരോപിക്കുന്നു. ഗോത്രാന്തര കലാപത്തെ ചിത്രം വ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ പക്ഷപാതത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. ചരിത്ര വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന വിഭാഗീയവും ഹിന്ദുവിരുദ്ധമായ ആഖ്യാനം മുന്നോട്ട് വെക്കുന്നതെന്നും ലേഖനത്തിൽ പറയുന്നു. അത്തരം സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹൻലാലിന്റെ തീരുമാനം വിശ്വസ്തരായ തന്റെ ആരാധക വൃന്ദത്തോടുള്ള വഞ്ചനയാണ്. എമ്പുരാൻ ഹിന്ദുവിരുദ്ധ ഇന്ത്യാവിരുദ്ധ സിനിമയായി ദേശീയതലത്തിൽ തുറന്നുകാട്ടപ്പെടണമെന്നതിൽ സംശയമില്ലെന്നും പറയുന്ന ലേഖനത്തിൽ പൃഥ്വിരാജിന്റെ മുൻ രാഷ്ട്രീയ നിലപാടുകളെയും വിമർശിക്കുന്നു. 1921-ലെ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വാര്യംകുന്നൻ എന്ന പേരിൽ സിനിമ പ്രഖ്യാപിച്ച ശേഷം അത് നടക്കാതെ പോയതിനെക്കുറിച്ച് ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സിനിമാ തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ പൃഥ്വിരാജ് ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതായും ആരോപണമുണ്ടെന്ന് ലേഖനം പറയുന്നു. ലക്ഷദ്വീപ് പൗരത്വ ഭേദഗതി ബിൽ എന്നീ വിഷയങ്ങളെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.